സത്യം പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആർട്സ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട്, അതിൽ ഓരോ ഫെസ്റ്റുകൾ വരാറുണ്ട്. അപ്പോഴൊന്നും ഞാനൊട്ടും വിചാരിച്ചില്ല കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജ് ഒരു വിദ്യാലയത്തിൽ എനിക്ക് ഒരു ഗസ്റ്റായിട്ട് വരാൻ കഴിയുമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇങ്ങനെ നടന്നു വന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഉത്സവത്തിൽ ആന വരുന്നതൊക്കെ ഒരു ഫീലായിരുന്നു. വളരെയേറെ സന്തോഷം. ഞാൻ വളരെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്ര അതിരാവിലെ ഒരു സ്റ്റേജിൽ മൈക്ക് പിടിച്ചു നിൽക്കുന്നത്. സാധാരണ ഉറക്കവും സമയത്തിലുള്ള ഭക്ഷണവും അങ്ങനത്തെ ഇതൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ഓട്ടമാണ്. സത്യം പറഞ്ഞ ഒരു മിമിക്രിക്കാരന് ഏറ്റവും നല്ല ശബ്ദം, അവൻ അനുകരിക്കുന്ന ശബ്ദം ഏറ്റവും വളരെ പ്യൂറായിട്ട് നല്ല പക്ക ക്വാളിറ്റിയിൽ എടുക്കാൻ സാധിക്കുന്നത് രാവിലെയാണ്. കാരണം നല്ല ശബ്ദമായിരിക്കും, നല്ല ബേസ് ആയിരിക്കും. ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും എനർജി. ഞാൻ അവിടുന്ന് നടന്നു വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു വലിയൊരു സ്റ്റേഡിയത്തിൽ എന്തോ മാച്ച് കണ്ട് കേൾക്കുന്നൊരു സൗണ്ട് പോലെ എല്ലാവരുടെ ആരവം കേട്ടു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് നിങ്ങളുടെ എല്ലാവരുടെയും ത്രൂ ഔട്ട് എനർജി എനിക്ക് ഈ ദിവസം എൻ്റെ പെർഫോമൻസിൽ ഉടനീളം ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അച്ഛനായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളുടെ എടുത്തു പറയേണ്ടത് പഞ്ചവാദ്യത്തിനെ കുറിച്ചും മറ്റ് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒന്നും കൂടെ എടുത്തു പറയേണ്ടതാണ്, അത് നിങ്ങളുടെ എനർജിയാണ്. ഇനി ഒച്ച വെക്കരുത്, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടന്നാലോ? റെഡിയാണോ? എല്ലാവരും രാവിലെ ഫുഡൊക്കെ കഴിച്ചോ? എന്നാ കഴിച്ചേ? എല്ലാവരും കഴിച്ചിട്ട് തന്നെയല്ലേ വന്നേക്കുന്നത്? അപ്പോൾ എന്നെ സ്വയം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ശബ്ദം കൂടുതലായിട്ട് ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ്. അതായത് മറ്റുള്ളവരുടെ ശബ്ദത്തിലാണ് കൂടുതലായിട്ട് ജീവിക്കുന്നത്. അതായത് മറ്റുള്ളവരെ അനുകരിച്ചാണ് കൂടുതലായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സിനിമാ താരങ്ങളെ, രാഷ്ട്രീയ നേതാക്കളെ, ഓരോ മീഡിയ സെലിബ്രിറ്റീസിനെയൊക്കെ അവരുടെ ശബ്ദത്തിലൂടെ നമ്മുടെ ഈ ആർട്സ് ഫെസ്റ്റിവലിൻ്റെ ഈ ഇവന്റിലേക്ക് നമുക്ക് കൊണ്ടുവന്നാലോ? പോരാ, എനർജി പോരാ. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇപ്പൊ ഏതൊരു ഉത്സവമായാലും ഒരു മാലപ്പടക്കമാണ്. തിരുവോണത്തിന് ഇങ്ങനെ പടപടാന്നിങ്ങനെ പൊട്ടി പോകും. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു ബോംബ് പോലത്തെ ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഞാൻ 1-2 താരങ്ങളിലല്ല അനുകരിക്കാൻ പോകുന്നത്. ഒരു 50 താരങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ 7 മിനിറ്റിൽ ഒരുമിച്ച് അങ്ങ് അവതരിപ്പിക്കാൻ പോവുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല ഭാഷയിലുള്ള താരങ്ങളുണ്ടാവും. അവർക്ക് ആർക്കും ശബ്ദമില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ലൈവായിട്ട് അവർക്ക് ഡബ് ചെയ്യാൻ പോവാണ്, ശബ്ദം കൊടുക്കാൻ പോവുകയാണ്. നമുക്കത് കണ്ടാലോ? എല്ലാവരും, സ്കൂളിലുള്ള എല്ലാവരും ഈ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരുന്നു. നിങ്ങളുടെ താരങ്ങളെല്ലാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ താരങ്ങളും വരും. നമുക്ക് ഡബ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. സ്വാഗതം. അപ്പം വച്ചാൽ മതി. നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചിട്ടുണ്ട്. ഒത്തിരി നോക്കുമ്പോൾ 5 മണി കാണാറുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിനെ ഒരിക്കലും അസ്വസ്ഥമാക്കാതിരിക്കുക. മനസ്സിനെ നിയന്ത്രിച്ച് പിടിക്കാൻ സാധിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആരും പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ പേര് അനുസരിക്കുന്നത്. യോഗനായതുകൊണ്ട് എനിക്കൊരു 5-6 കാതിനോട് കൊടുത്തു ശരിയോട് ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് മുണ്ട് കഴിയുമാണ്. കൈ എന്തിനാണ് സാധനം ഇത്രയും വലിയ പ്രോത്സാഹനം? ഇതിൻ്റെ അകത്ത് ചാകർമ്മ വെച്ച് തരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത്ര വലിയ പ്രോത്സാഹനം? അന്ന് ആദ്യം മസാല
സൂപ്പർ ദിവസമാണ്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചെറുതലത്ത് ആലോചിക്കാൻ ശ്രമിക്കാൻ തമിഴുണ്ട്. ഭ്രാന്തന്മാരുടെ സമനിലത്തിലുള്ള പേരുകൾക്ക് എഴുതിച്ചുണ്ടാകും. ഞാൻ ഒരിക്കലും ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഒരുപോലെ പോകാൻ ചെയ്യില്ല. എനിക്ക് അമ്മയും സഹോദരങ്ങളൊക്കെ ഫ്രീയാണെന്ന് അത്രേ രാജ്യവാദിന് കൊണ്ട് നിർത്തിയ ഇത് രണ്ടാമത്തെ ഗൃഹ നിർമ്മാണം റിൻസി. ഇതിപ്പോൾ ഞാൻ രക്ഷാകേന്ദ്ര സംഭവിച്ചിട്ടുള്ളതാണ്. പ്രതിസന്ധികളിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ യോബിനെയാണ് എൻ്റെ ഹീറോക്കെടുത്തത്. ന്യൂസിൽ ഇതിനൊക്കെ വെച്ചൊക്കെ ഭാഗത്തിന് അടിമറയാണ്. ഇതിനോട് പറയും കേവലമായി കളിക്കാൻ താല്പര്യമില്ല. ഓരോ കൊലപാതകങ്ങളും പോലീസിനെ പത്രക്കാരെ വിശ്വസിക്കും. റിപ്പബ്ലിക്കയുടെ അവസാനത്തെ കൊലയിൽ കഴിയുള്ളൂ. ಅದರ ಎಕ್ಸಾಂಪಲ್ ನಾನೊಬ್ಬ ಈ ಸಿನಿಮಾ ನನಗೀಗ ಇದಕ್ಕಿಂತ ರಕ್ಷಿತ ಪ್ರೊಡ್ಯೂಸರ್ಸ್ ಇನ್ವೆಸ್ಟ್ ಮಾಡ್ತಾರೆ. ಅಮ್ಮ ನನ್ನ 20 ದಿನದ ಇಟ್ಕೊಂಡು ಜನ ಸೇರ್ತಾರೆ, ಊಟ ಸೇರ್ತಾರೆ. ಯಾಕೆಂದ್ರೆ ನಾ ಹೇಳೋದು ಒಂದು 7 കൊടുക്കുന്നത് അന്ന് ഉള്ളിൽ ജോടായി. ആ ദിവസം രാത്രി പടം കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളെ വിളിക്കുകയാണ്. ഒരുപാട് ശ്രദ്ധ കിട്ടാനാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കുന്നത്. കാരണം ആ ശ്രദ്ധ ഉണ്ടായിക്കൊണ്ടായിരിക്കണം എല്ലാവർക്കും അവിടെ സ്പേസ് കൊടുക്കുന്നത് എല്ലാവർക്കും ടൈം കൊടുക്കും. കാഴ്ച നല്ല വ്യത്യാസം. പക്ഷെ പ്രേക്ഷകർക്ക് കാണാനായിട്ട് ഒരേ പൈസ കൊടുക്കേണ്ട കാര്യം. ഒരു ടേക്ക് 2 ടേക്ക് ആകുമ്പോൾ ഇപ്പം അതിന് 2 ദിവസം ഞാൻ പിന്നെ പറഞ്ഞില്ല. അപ്പോഴൊക്കെ ഭയങ്കര കോൺഷ്യസ് ബൈക്ക് ഭയങ്കര അതുകൊണ്ട് പഠിപ്പിക്കാൻ മേടിക്കാൻ സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഏറ്റവും കൂടുതൽ ബൈക്ക് ഓടിച്ചിട്ടുള്ള പാടത്തൊക്കെ ഓടിച്ചാൽ കളിക്കുകയും കുളം ഇതും അതൊക്കെ നല്ല രസമായിരുന്നു. എനിക്ക് പിറ്റേ ദിവസം ഞാൻ സ്ഥലം വിട്ടു. ഇപ്പൊ നാളെ ശിക്ഷടിക്കുകയാണ് ഔട്ടാവുന്നതായിട്ട് ഭയങ്കര പാടാണ്. ഇങ്ങനെ അടിക്കുമ്പോൾ 10 എണ്ണത്തിൽ 7 കൊള്ളും 3 എണ്ണം ഔട്ടാവും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറ് വരരുത്. ഇതിൻ്റെ നല്ലൊരു ഹോട്ടല് പക്ഷെ വരച്ച് വെള്ളം വെച്ചാൽ ഷട്ടിടാവും. ഇനി അതിലെ കാണാം. ഭാസ്കര എല്ലാവർക്കും കൊടുക്കോ നല്ല കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്താ ചെയ്യുന്നത്? എല്ലാവരും ശരി വാ വാ. ഇതാണ് വർഷം കൂടെ രണ്ടാമത്തെ ഞാൻ വരാത്ത കുട്ടേട്ട സാറാജ് വീട്ടുകാരോട് എന്ത് പറയുന്നുണ്ട്? അവരിൻ്റെ അതെങ്കിലും നാട്ടിൽ പോകും. അവരവരോട് എന്ത് പറയും? പിന്നെ എങ്ങനെയാണ് നമുക്ക് പെരുമാറേണ്ടത്? അപമാനഭയങ്ങളിൽ വിജയെന്ന കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണമെന്നുള്ള താൻ നിർദ്ദേശിക്കുന്ന കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. I pass you every day. You don't notice me. That is why I was so much friend and cried on TV. You know what? That was an appreciation of battling together this in Hyderabad with the Orange Army was fantastic. You did not win together again. बहुत आगे बहुत बड़े खतरनाक खतरनाक शॉट ट्रेसेस बुलेट की तरह मसा गया. சுதந்திரத்துக்கு போராட்டியா? யார் சுதந்திரத்துக்கு? வெள்ளக்காரங்க நாட்டு காப்பாற்றி நம்ம ஆளுநர் ராஜகாரிக்கு போறியா? 3 பேர்லையும் ஒருத்தரை எங்கேயும் முடிவு பண்ணணும்னு நினைச்சேன். ஆனால் 3 பேரை சேர்த்து வச்ச மாதிரி கிடைச்சது. மலையாள பத்திரிகை பிரமாதமாக மலையாளம் அப்படி ஒன்றுதான். அப்படி நினைச்சோம்னா தமிழ்நாட்டோட இடம் பேசிக்கிட்டே இருக்கு. அது மட்டும் இல்லாமல் இந்தியா கொடுக்குற 1953 ரிலையன்ஸ் பண்ற மாதிரி இன்னும் வச்சிருக்காங்க. எங்கடிக்கே கூடாது. அவர் சார் போய் இருக்கணும் அவசியம். நம்ம
நம்ம பார்க்குறவங்க நம்ம கரெக்டாக பார்த்தாங்க, நமக்கு அவங்க பார்க்கலாம், அவனோட கரெக்டாக பார்க்கணும். மனசிலாயோ ஒருத்தனை கொள்ளான்னு கூப்பிட்டு அவனுக்கு தேர வச்சு அவனுக்கு டீ கொடுத்து ஐயா சாமி அவனை கொல்ல பொறுப்புன்னு சொல்லிட்டு ஒரு இறந்துட்டாங்க. 30 வருஷத்துக்கு முதல் ஒருத்தர் ஜீவியில் விட்டு இருக்க வச்சு பட் நீங்கள் கூட உங்களுக்கு தான் ஆபத்து. அது என்ன சொன்னாங்க? பிடிச்சவனை வந்து கோடி போயிருக்கேன்.